എവിടെ പോണം? ഞാനൊരു കാക്കയുടെയും പൂച്ചയുടെയും കഥ പറഞ്ഞു തരട്ടെ. ഒരിടത്ത് ഒരു കാക്ക ഉണ്ടായിരുന്നേ. എന്നിട്ട് ഈ കാക്ക ഇങ്ങനെ പറന്ന് വെള്ളം കുടിക്കാൻ വന്നപ്പം എന്ത് സംഭവിച്ചു? എന്റെ മോളെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഭയങ്കര ചൂടല്ലേ, അകത്തോട്ട് കയറിയിരിക്കേ. അല്ല, ഞാൻ അകത്തിരിക്കുവായിരുന്നു. അപ്പൊ ദമയന്തി ആന്റി വിളിച്ചപ്പോ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നാ? വീട്ടിൽ പോ റെഡി ആയിട്ടിരിക്കുവായിരിക്കും അല്ലേ? എന്തിനു വീട്ടിൽ പോന്നു? ഞാന് ആണ്ടാ നിങ്ങളടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെ നോക്കാനൊന്നും ഇവിടെ ആരുമില്ല, വീട്ടിലോട്ട് പോവാൻ. എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. അല്ല ആന്റിക്ക് വയ്യാത്തോണ്ടല്ലേ അച്ഛൻ പറഞ്ഞേ? കൊഴപ്പില്ല ആന്റി, കുറച്ചു ദിവസം വേണം വീട്ടിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ വന്നാ മതി അല്ലേ? എന്റെ മോളെ, അതിനൊക്കെ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരെ ഏർപ്പാടാക്കാൻ? അതൊക്കെ ഉണ്ട്. ഞാൻ ദേ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ വന്നോണ്ടിരിക്കുവാന്ന് പറഞ്ഞു. ഇപ്പൊ വരും. നിന്നടുത്തൊന്നും പറഞ്ഞില്ലേ? ചോദിക്കാത്തത് കേൾക്കാൻ വേണ്ടിട്ട് അച്ഛൻ ചോദിക്കട്ടെ. അതെ, എത്തിയല്ലോ. ഭയങ്കര സന്തോഷമുണ്ട്. കുറവുണ്ട് മോളെ. അതെ, രണ്ടുപേർക്കൊന്നും ശമ്പളം തരാൻ എന്റെ പൈസയൊന്നും ഇല്ല. എന്റെ രണ്ടുപേർക്ക് തരണമെന്ന് ആര് പറഞ്ഞു? സാർ എനിക്ക് മാത്രം തന്നാ മതി. നിങ്ങൾക്ക് എന്നെ ഇവിടെ തരണോ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. അതെ, ഇത് എന്റെ സ്വന്തം മോളാ, അറിയാവോ? അതെ, ഇനി മുതല് ഈ കുഞ്ഞുമാവയുടെ കാര്യവും കൊച്ചിന്റെ കാര്യവും എന്റെ കാര്യവും ഇവളങ്ങ് നോക്കിക്കോളും. ഇല്ലേ മക്കളെ? മോളെ, ഞാൻ പറഞ്ഞില്ലയോ, ഇതാണ് പൈങ്കിളി ചേച്ചി. ഹായ് ചേച്ചി, അമ്മ എപ്പോഴും പറയാറുണ്ട്. മോളെ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടില്ലയോ സാറേ. ഓ, അമ്മയെ തള്ളിട്ട സാറ്. എന്റെ കൊച്ച ഞാനൊന്നുമല്ല അമ്മയെ തള്ളിയിട്ടത്, അവരെ ശ്രദ്ധിക്കാതെ നടന്നിട്ട് ചെന്ന് വീണതാ. അതെനിക്ക് മനസ്സിലായിരുന്നു. ചേച്ചിയാ കുഞ്ഞിനെ എടുത്താ. പുറത്തുനിന്നൊക്കെ വന്ന് കയറിയതല്ലേ, അപ്പൊ വന്ന വടാൻ കൊച്ചിനെ എടുക്കുന്നു വേണ്ട. എന്നാ മോള് പോയിട്ട് ഒന്ന് അകത്ത് പോയി ഫ്രഷ് അയച്ചുമ്പാ, എന്നിട്ട് കുഞ്ഞിനെ എടുത്താ മതി. പൈങ്കിളി മോളെ ഒന്ന് കാണിച്ചു കൊടുത്താട്ടാ മുറി. മോള് ചെല്ലു. പെട്ടിയും എടുത്തോണ്ട് പോ. പെട്ടി എടുത്തിട്ട് തന്നെ പോകുന്നേ. അമ്മയ്ക്ക് കാല് വയ്യാത്തോണ്ടാ. കൊള്ളാടാ അരുണേഷേ, കൊള്ളാം. എടാ, നിന്നെ പോലീസുകാർ ഓടിച്ച് നീ എവിടെയെങ്കിലും പോയി പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കാരണോ? അതാണ് എന്റെ വായിരിക്കുന്നു കേൾക്കല്ലോ കേട്ടോ. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് എന്നെ ചേട്ടനെ പോലീസ് പിടിച്ചത്. എന്നിട്ടിപ്പോ ഞാൻ ചെയ്യാൻ പറ്റും? എടാ, ആ ചെറുക്കന് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇവിടെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഓ, ഇങ്ങോട്ട് വാ, ചേട്ടന്റെ കയ്യിലോട്ട് വാ, ചേട്ടൻ തന്നെ ശരിയാക്കി തരും. നീ വെക്ക് നീ വെച്ച് പോ. ശരി. ഇതാ മോ ഇങ്ങനെ ഇന്നിരിക്കുന്നു. ഞാൻ സുമേഷാമിനോട് മിണ്ടൂല. സുമേഷാമന്റെ അടുത്ത് മിണ്ടത്തില്ല? എന്ത് പറ്റി? സുമേഷാമ ദമയന്തി ആന്റിനെ പുറത്താക്കാന്ന് പറഞ്ഞല്ലേ? എടാ, അവരിന്ന് വൈകുന്നേരം പെട്ടിയും കിടക്കായിട്ട് വീട്ടിൽ പോവും. ദമയന്തി ആന്റി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്ത്? ദമയന്തി ആന്റിയെ നോക്കാനേ പുതിയൊരു ചേച്ചിയും കൂടെ വന്നു. ചേച്ചിയോ? ഏത് ചേച്ചി? ഏതോ ചേച്ചി. ഞാൻ വാവയുടെ അടുത്ത് ഇരുന്നപ്പോഴേ ഇംഗ്ലീഷ് പറഞ്ഞ് എന്നെ പുറത്താക്കി. ഇംഗ്ലീഷ് പറഞ്ഞ് നിന്നെ പുറത്താക്കിയോ? എന്നിട്ട് മോയ് താരത്ത് പോയി പറഞ്ഞില്ലേ? എല്ലാവർക്കും ജോലി. എന്നാ പിന്നെ എനിക്കൊന്ന് ചോദിക്കണമല്ലോ. മക്കള് വാ, സുമേഷമ്മ തീർത്തു കൊടുക്കാം. ആ ചേച്ചി ഇംഗ്ലീഷ് വന്നാണ്. കുട്ടി എവിടെ? വാട്ട നമ്മുടെ ഇംഗ്ലീഷ് വെക്കുന്നു. ഞാനും പിടിച്ച് വാട്ട്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? ഞാൻ എന്താ വേണ്ടെന്നോ? ഈ കണ്ണനെ നിങ്ങൾ റൂമിൽ നിന്ന് ഇറക്കി വിട്ടോ? എന്റെ പൊന്നെ, ഞാൻ ഇറക്കി വിട്ടൊന്നുമില്ല. അവനും ഞാനും വിശേഷം പറഞ്ഞോണ്ടിരിക്കുമ്പോ അവനായിട്ട് ഇറങ്ങിപ്പോയതാ. ഇവനെ സംസാരിച്ചോണ്ടിരിക്കുക ആളാര്? ഞാൻ ദമയന്തിന്റെ മകള്. അമ്മേനെ ഈ കുഞ്ഞിനെ നോക്കാൻ വന്നത്. ഓ, ദമയന്തിന്റെ മോളാണല്ലേ? ദമയന്തിന്റെ മോളാ. എന്നാ പിന്നെ ഒരു കാര്യം, ഇത് ഇവന്റെ റൂമാണ്. ഇയാൾ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോവാൻ പറ്റത്തില്ല. ഇയാൾ എന്തോ ചെയ്യും? ഓഹോ, അമ്മയും മോളും ഗുണ്ടായിസാണല്ലേ? ഏറെക്കുറെ.
ഇയാൾ ഈ മക്കൾ കുട്ടി നേടുന്നുണ്ടോ? ഇല്ല, ആട്ടിൻകുട്ടി ആട്ടുകുട്ടി എന്ന് കേട്ടിട്ടുണ്ട്. ഇയാൾ കളിയാക്കുന്നു നീ? ഏറെക്കുറെ പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ. മക്കളുടെ ചേട്ടനെ പേര് കേട്ടൊരു ഗുണ്ടയാണ്. ആ ഗുണ്ടയുടെ വലങ്കയാണ് സുമേഷ്. അതിനിപ്പോ ഞാൻ എന്തോ വേണം? ഇത് ഇവന്റെ റൂമാണ്. ഇയാൾ ഇറങ്ങിപ്പോണം. ഇയാൾ അമ്മയുടെ പെട്ടി കടക്കെടുത്ത് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. അത് കൊള്ളാലോ. എന്റെ അമ്മനെ വീട്ടിട്ടതും പോരാ, അമ്മയുടെ ഹെൽത്ത് ശരിയാവുന്നതിന് ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. ഇതൊരു പോലീസുകാരന്റെ വീടാണ്. സൂക്ഷിച്ച് സംസാരിക്കണം. ആണോ? പോലീസുകാരന്റെ വീടാണോ? എന്നാ പോലീസ് വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യങ്ങൾ? അംഗഭംഗം, മാനഹാനി, വധശ്രമം, ശാരീരിക പീഡനം. എപ്പോ? നിങ്ങൾ അച്ഛനല്ലേ എന്റെ അമ്മനെ തള്ളിയിട്ടത്? ഇനി അതിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് എനിക്കിപ്പോ ശരിക്കും സംശയമുണ്ട്. പ്രശ്നം തീർന്നില്ലേ? ഇപ്പൊ സുമേഷ് തീർത്തു തരാം. സുമേഷ് മാമൻ തീർക്കത്തൊന്നുമില്ല കേട്ടോ. മക്കളെ ചെല്ല്. അതെ, എനിക്ക് പങ്കുണ്ടെന്ന് ഇയാൾ ആര് പറഞ്ഞു? എങ്ങനെ എനിക്ക് പങ്കുണ്ടെന്ന് ഇയാൾ ആര് പറഞ്ഞു? എനിക്ക് സംശയം തോന്നി. പോലീസ് ഒന്ന് ഇയാൾ പറയൂ. പറയൂ. സംസാരിച്ച് തീർക്കാന്ന് പ്രശ്നമല്ലേ ഉള്ളൂ. ആണോ? അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണ്ട? നമുക്ക് എല്ലാവർക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിക്കാം. നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. അതാ ഒരു സംസാരിച്ച് തീർത്തു. അപ്പൊ ഞാൻ ഇറങ്ങി പോണ്ട? വേണ്ട, കുഴപ്പമില്ല. സാർക്ക് ഇറങ്ങി പോവാവോ? സാർക്ക് ഞാൻ ഇറങ്ങി പോക്കോ.